അതായത് ഞാൻ പറയാനും കൂടുതലായി നിങ്ങളിലേക്ക് എത്തിക്കാനും ആഗ്രഹിക്കുന്ന വാക്ക് രോഗശമനം സാധ്യമാണ്. പക്ഷേ അതാദ്യം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടണം. കാരണം നിങ്ങളുടെ ഡോക്ടർ നിങ്ങളാണ്. നിങ്ങളുടെ ഏറ്റവും എഫക്റ്റീവായ മെഡിസിൻ നിങ്ങളുടെ മൈൻഡാണ്. അതായത് നിങ്ങളിൽ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡാണ്. ഞാനൊരു സൈക്കോളജി പറയാനല്ല ആഗ്രഹിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഡോക്ടറെ കാണണം, അദ്ദേഹം നിർദ്ദേശിക്കുന്ന മെഡിസിൻ എടുക്കണം, അവർ നിർദ്ദേശിക്കുന്ന ന്യൂട്രീഷൻ ഫുഡ് കീപ്പ് ചെയ്യണം, ഒക്കെ വേണം. പക്ഷേ രോഗശമനം എന്ന സ്വസ്ഥതയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ അതൊരു സ്വസ്ഥതയാണല്ലോ. അപ്പോൾ രോഗശമനം എന്ന സ്വസ്ഥതയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ അത് തുടങ്ങേണ്ടത് നിങ്ങളുടെ മൈൻഡിൽ നിന്നാണ്. അത്തരമൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വൺ, നമ്മൾ അതിൻ്റെ ഒരു വചനം, രോഗശമനം സാധ്യമാക്കുന്ന ഒരു വചനം. ഇനി ഏറ്റവും സ്വാഭാവിക രീതിയിൽ ഞാൻ പറഞ്ഞാൽ രോഗശമനം സാധ്യമാക്കുന്ന ദിക്ർ, നമ്മുടെ ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞാൽ രോഗശമനം സാധ്യമാക്കുന്ന പ്രാർത്ഥന. അത് നമ്മൾ മലയാളികളാണ്, ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും മലയാളികളാണ്. ദിക്ർ എന്ന് പറയുമ്പോഴത്തേക്കും അറബി തന്നെ വേണമെന്ന ഒരു വാശി നമ്മളിൽ ഉണ്ടാവരുത്. കാരണം അള്ളാഹുവിനറിയാത്തൊരു ഭാഷ ഉണ്ടോ? അള്ളാഹു സൃഷ്ടാവാണെങ്കിൽ ഇക്കണ്ട സർവ്വ സൃഷ്ടികളുടെയും ഭാഷ അവൻ അറിയണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഹൃദയത്തിൽ തട്ടിയിട്ട് നിങ്ങളുടെ രക്ഷിതാവിനോട് ഏത് ഭാഷയിലാണോ സംസാരിക്കാൻ പറ്റുക, ആ ഭാഷയിലാണ് നിങ്ങളുടെ ദിക്റും നല്ലത്. അപ്പോൾ രോഗശമനത്തിൻ്റെ ദിക്ർ എന്ന നിലയിൽ ഏറ്റവും വേഗത്തിൽ നിങ്ങളെ രോഗമുക്തിയിലേക്ക് എത്തുന്ന ഒരു വാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണിത്? എൻ്റെ രോഗം എൻ്റെ റബ്ബ് എനിക്ക് ശിഫയാക്കി തരും. ഇത് ഏതെങ്കിലും അറബി ഗ്രന്ഥങ്ങളിലുള്ളൊരു വചനമല്ല. എൻ്റെ രോഗം എൻ്റെ റബ്ബ് എനിക്ക് ശിഫയാക്കി തരും. ഇത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൾക്കരുത്ത്, അതായത് മനക്കരുത്ത് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ഉൾക്കരുത്ത്. നിങ്ങളിലുണ്ടാക്കുന്ന ധൈര്യം വലുതായിരിക്കും. കാരണം എൻ്റെ റബ്ബ് എന്ന ആ വാക്കില്ലേ, അതായത് എൻ്റെ രക്ഷിതാവ് എന്നാണ് അതിൻ്റെ മലയാളം. അപ്പം എൻ്റെ രോഗം എൻ്റെ രക്ഷിതാവ് എനിക്ക് മുക്തമാക്കി തരും, ശിഫയാക്കി തരും എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസപ്രകാരം ഈ ശരീരത്തിൻ്റെ ക്രിയേറ്റർ, അതുകൊണ്ടാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ ക്രിയേഷണൽ ബയോളജി എന്നൊരു വേർഡ് വന്നത്. പൊതുവേ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ പഠിക്കുന്നത് എന്താ? ഫങ്ഷണൽ ബയോളജിയാണ്. ഓക്കെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശാസ്ത്ര ലോകത്ത് പരിചയമുള്ളൊരു വേർഡാണ് ക്രിയേഷണൽ ബയോളജി. ഇതറിയുന്ന കേരളീയ പ്രതിഭയായിരുന്നു, ഞാൻ എൻ്റെ പല സ്പീച്ചിലും പറഞ്ഞൊരു പ്രതിഭയായിരുന്നു വെളിയങ്കോട് ഉമർ ഖാലി എന്ന ശാസ്ത്ര പ്രതിഭ. അപ്പോൾ എൻ്റെ രോഗം എൻ്റെ രക്ഷിതാവ്, അതായത് എൻ്റെ റബ്ബ് എനിക്ക് ശിഫയാക്കി തരും എന്ന ബോധവും ആ ബോധത്തിൽ നിന്നുണ്ടാകുന്ന വചനവും, വാക്കിൻ്റെ ശക്തി അപാരമാണല്ലോ. അപ്പം ബോധം പിന്നെ ഉണ്ടായ വാക്ക് നിങ്ങൾ അത്ഭുതകരമായ ശാരീരിക ക്ഷമതയിലേക്ക് എത്തിക്കും. എന്ന് വെച്ചാൽ ശരീരത്തിൽ ആൻറ്റിബോഡീസ് കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങും. രോഗത്തിനെതിരെ, രോഗകാരണങ്ങൾക്കെതിരെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രതിപ്രവർത്തനങ്ങൾ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ വളരെ സീരിയസ് ആയി രോഗം ശിഫയാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു സ്റ്റെപ്പ് ഇതാണ്, ഒരു രീതി ഇതാണ്. എൻ്റെ രോഗം, ഇതിങ്ങനെ തന്നെ പറയണം, എൻ്റെ രോഗം എൻ്റെ റബ്ബ് അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് എനിക്ക് ശിഫയാക്കി തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചൊരു വചനമുണ്ട്. അതിൽ പറയുന്ന ഒരു വേർഡ് ഇങ്ങനെയാണ്, റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ റബ്ബന്നാസി ഇഷ്ഫി അന്ത ഷാഫി. അപ്പം രോഗശമനം സാധ്യമാക്കുന്നവൻ, സുഖകരമായ ഒരു അനുഭവം നമ്മുടെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുന്നവൻ, സുഖകരമായ ഒരനുഭവത്തെ നമ്മുടെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുന്നവൻ. വല്ലാത്തൊരു വാക്കാണത്. ഇത് എൻ്റെ ഈ സ്പീച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ,
നിങ്ങളൊന്ന് എൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സുഖകരമായൊരനുഭവത്തെ എൻ്റെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുന്നവൻ. അപ്പം നിക്ഷേപം അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ്. ഒരു പ്രകാശകണിക പോലെ അത് നിങ്ങളുടെ ഹൃദയത്തിലും അവിടുന്ന് പമ്പ് ചെയ്യപ്പെടുന്ന ബ്ലഡിലും അത് പരന്നൊഴുകുന്ന സിരകളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന മസിലുകളിലും പേശികളിലും അതുണ്ടാക്കുന്ന അനുഭൂതി, അതിനെയാണ് നമ്മൾ ക്യൂർ എന്ന് വിളിക്കുന്നത്, ഷിഫ എന്ന് പറയുന്നത്, മുക്തി എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, സുഖകരമായ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വാക്കാണ് എൻ്റെ രോഗം എൻ്റെ റബ്ബ് എനിക്ക് ഷിഫയാക്കി തരും. ഇതൊരു ദിക്റാണ്, ഇതൊരു പ്രയറാണ്, പ്രാർത്ഥനയാണ്. നിങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, മറ്റെവിടെയോ നോക്കിയിട്ടോ മറ്റെവിടെയോ ശ്രദ്ധിച്ചിട്ടോ അല്ല, നിങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഈ വാക്കൊന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടും. അത് ഒരു പ്രകാശ തരംഗമായി നിങ്ങളുടെ ശരീരം മാസകലം പരന്നൊഴുകും രക്തത്തിലൂടെ. ഒരനുഭവമാണ്, ഒരനുഭവം. ഇപ്പോൾ നമ്മൾ നന്നായി സ്നേഹിക്കുന്ന ഒരാൾ നമ്മെ ഒന്ന് തലോടുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സുഖകരമായ അവസ്ഥയുടെ പിന്നിലെ സയൻസ് എന്താണ് ആലോചിച്ചിട്ടുണ്ടോ? നമ്മെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആൾ, നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാൾ നമ്മെ ഒന്ന് തലോടുമ്പം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സുഖകരമായ അനുഭവത്തിൻ്റെ പിന്നിലെ സയൻസ് അല്ലെങ്കിൽ അതിൻ്റെ കെമിസ്ട്രി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപരമായ പരിണാമം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത്ഭുതകരമല്ലേ? നമുക്ക് ഏറ്റവും രുചികരമായ ഒരു വസ്തു കാണുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിൽ ഊറുന്ന ഉമിനീരിൻ്റെ പിന്നിൽ ആ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവായിട്ട് നമ്മളിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ച നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ രുചി നാവിൻ തുമ്പത്തേക്ക് വെച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ രുചി നമ്മുടെ നാവിൻ തുമ്പത്ത് വെച്ചിട്ടുണ്ടോ? ആ കാഴ്ച നമ്മളിൽ സൃഷ്ടിക്കുന്ന ഒരു അനുഭൂതി നമ്മളിൽ നനവുണ്ടാക്കുകയാണ്, അത് നമ്മൾ ആസ്വദിക്കുകയാണ്. എന്നതുപോലെ സൃഷ്ടാവിനോട് ചേർന്ന് നിന്ന് പറയുന്ന വാക്കുകൾക്ക് അവൻ്റെ ബോധത്തെ ഉണർത്തി, ശരീരത്തെ ഉണർത്തി, രോഗപ്രതിരോധ സംവിധാനത്തെ ഉണർത്തി, രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ആൻറ്റിബോഡീസുകളെ ഉണർത്തി രോഗമുക്തിയിലേക്ക് നമ്മൾ യാത്ര പോകും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നൊരു വാക്കുണ്ട്, രോഗമുക്തി മരുന്നുകൊണ്ട് മാത്രം സാധ്യമല്ല, രോഗശമനം മരുന്നുകൊണ്ട് മാത്രം സാധ്യമല്ല. തീർച്ചയായും തുടർന്നും നമുക്കിത് പഠിക്കാം.